72ാമത് നെഹ്റു ട്രോഫി ജലമേള പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയം മുമ്പാണ് ഉദ്ഘാടനം ചെയ്തത്. ആവേശത്തിന്റെ ഓളപ്പരപ്പിലാണ് പുന്നമട. ഇപ്പോൾ മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു വള്ളംകളി? നീലിമ, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മത്സരാർത്ഥികൾ എത്തിയിരിക്കുകയാണ്. ഓരോ വള്ളങ്ങളുമായി അങ്ങനെ തലവടിച്ചുണ്ടനും കരുവാറ്റയും ശ്രീവിനായകനും ആയപ്പറമ്പ് പാണ്ടിയും മിയവരും ഒക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആ ഓളം തല്ലി ആ കായലിനെ ആ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് ഓരോ ചുണ്ടൻ വള്ളങ്ങളും മുന്നോട്ട് പായും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വില്ലേജ് ബോട്ട് ക്ലബ്ബും KTBC ഫാൻസ് ക്ലബ്ബും IBRA കൊച്ചിനും UBC കൈനഗിരി FCയും ഒക്കെ നേതൃത്വം നൽകുന്ന ഈ തുഴക്കാർ, ആ തുഴക്കാരുടെ ലക്ഷ്യം ഇന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ, വിജയം. ആ വിജയത്തിന് ആവേശം പകരുന്ന രീതിയിലാണ് ഇവിടെ ആരവങ്ങൾ മുഴങ്ങുന്നത്. ഇത്തവണ തലവടിച്ചുണ്ടനെ ക്യാപ്റ്റനായിട്ടുള്ളത് ബിനു H പുതുവേലാണ്. കൈനഗിരി കാരനാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ ലീഡിംഗ് ക്യാപ്റ്റൻ ജോസ് പുതിയതറ ഉണ്ട്. അങ്ങനെ തന്നെ ഓരോ വള്ളത്തിനും, അതായത് കരുവാറ്റ ശ്രീവിനായകനെ അനന്തു കാർത്തികേയനും ശ്രീകുമാറും ചേർന്ന് നയിക്കും. ആയാപ്പറമ്പ് പാണ്ടിയെ ശ്രീകുട്ടൻ തുണ്ടത്തിലും സുരേഷും ചേർന്ന് നയിക്കും. വിയ്യപുരത്തെ പത്മകുമാറും ജോർജ് തോമസും, അതായത് കൈനഗരിയുടെ സ്വന്തം വക്കച്ചനാണ് ഇത്തവണ പത്മകുമാറിനൊപ്പം വിയ്യപുരത്തിൽ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ളത്. അങ്ങനെ ലീഡിംഗ് ക്യാപ്റ്റന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ വള്ളം കളിയിലെ ഓരോ തുഴക്കാർക്കും ആവേശം പകർന്ന് അവരെ അങ്ങനെ ഈ ഓളപ്പരപ്പിലൂടെ എങ്ങനെയാണോ തുഴയേറിയേണ്ടത് അതിൻ്റെ വേഗത കൂട്ടി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നത് വരെ അവരുടെ ശബ്ദം അങ്ങനെ തന്നെ തുടരും. ആ ശബ്ദത്തിന് അതായത് ഒച്ചത്തിലുള്ള ശബ്ദം അത് പാട്ടായി ഇങ്ങ് നമുക്ക് കേൾക്കാമെങ്കിൽ പോലും അത് അവർക്ക് നൽകുന്ന നിർദ്ദേശമാണ്. തുഴക്കാർക്ക് എങ്ങനെയാണോ വേഗത കൂട്ടേണ്ടത്, അല്ലെങ്കിൽ എന്താണോ അതിൽ നമ്മൾ ചെയ്യേണ്ടത്, അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ പോലും നൽകാൻ ഈ ലീഡിംഗ് ക്യാപ്റ്റന്മാരും ഈ വള്ളത്തിലുണ്ടാകും. അങ്ങനെ അമരക്കാർക്കൊപ്പം പാട്ടുകാരും പിന്നീട് ഈ തുഴയേറിയുന്ന ഓരോ തുഴച്ചിൽക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ആവേശഭരിതമായി ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും പകുതിയിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ആവേശ കാഴ്ചയിലൂടെ മനസ്സിലാകും എത്രത്തോളമാണ് ആരാണ് വിജയിക്കാൻ സാധ്യത എന്നുള്ളത്. പക്ഷേ പകുതി കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ പറയാനാകില്ല ആരാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആദ്യം കുതിച്ചെത്തുക എന്നുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ, അതായത് മുന്നിലെത്തിയ ഒരു ചുണ്ടൻ വെള്ളത്തെ പിന്നിൽ നിന്നും ആ ജലപ്പരപ്പുകളിലെ ഓളത്തിന് മുകളിലൂടെ പാഞ്ഞെത്തിക്കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരുന്നവരുണ്ടാകാം. അങ്ങനെ പല തന്ത്രങ്ങളും മെനങ്ങ് ഓരോ നിമിഷവും ഈ കാണികളെ അമ്പരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തുഴയെറിയാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ തന്നെ വളരെയധികം പ്ലാനിങ്ങിലാണ്. കാരണം നമുക്ക് രാവിലെ ഓരോ സ്ഥലങ്ങളിലായി പോയപ്പോൾ തന്നെ മനസ്സിലാക്കും എങ്ങനെയാണ് ഇത്തവണ കായലിൽ, ഈ പുന്നമടക്കായലിൽ നമ്മുടെ വെള്ളം കുതിക്കേണ്ടത് എങ്ങനെയാണ്, ആദ്യ മിനിറ്റുകളിൽ എങ്ങനെ തുഴയണം, അതിനുശേഷം പകുതി കഴിഞ്ഞ് എത്രയധികം വേഗതയിലായിരിക്കണം തുഴച്ചിലെന്നൊക്കെ പറ്റി കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഓരോ തുഴക്കാർക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ആരാണ് ആദ്യം അതിനുള്ളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് നമുക്ക് പറയാനേ സാധിക്കില്ല. പകുതി കഴിഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ടച്ച് ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഇത്തവണ ആരാകും ജലരാജാവ്, ആരാകും നെഹ്റു ട്രോഫി കരസ്ഥമാക്കുക, ആരാകും കപ്പടിക്കുക എന്നുള്ള ചർച്ച, ആ ചർച്ച അങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. അതിനോടൊപ്പം ആവേശവും ഓരോ കരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനമാണ്, ആവേശമാണ് നെഹ്റു ട്രോഫി നേടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വള്ളവും അതിലെ തുഴച്ചിൽക്കാരും ആ തുഴക്കാരൊക്കെ തന്നെ രാവിലെ മുതൽ പ്രാർത്ഥനയിലാണ്. കാരണം എന്തായാലും ഒരാൾ മാത്രമേ ജലരാജാവുകയുള്ളൂ. ആ ജലരാജാവണമെങ്കിൽ, ആ ട്രോഫി കരസ്ഥമാക്കണമെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കേണ്ടതുണ്ട്, ആത്മാർത്ഥമായി തുഴയേറിയേണ്ടതുണ്ട്. എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ആ വിജയത്തിലേക്ക് എത്തും എന്നുള്ള പ്രാർത്ഥനയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഓരോ തുഴക്കാരും ഇന്ന് എത്തിയിട്ടുള്ളത്. എന്തായാലും ആർക്കൊപ്പമാകും ഇത്തവണ വിജയം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആ കാത്തിരിക്കുന്നതിൻ്റെ നിമിഷങ്ങൾ അത് ഇവിടെയുള്ള കാണികളെ സംബന്ധിച്ചിടത്തോളം ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ആ ഒരു ആവേശ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്തായാലും
അല്പസമയത്തിനകം തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ചുണ്ടൻ വെള്ളം, അതായത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച തലവടി ചുണ്ടനും കരുവാറ്റ ശ്രീവിനായകനും ആയാപ്പറമ്പ് പാണ്ടിയും വിയപുരവും 4 ട്രാക്കിലായി അണിനിരക്കും. അങ്ങനെ ആദ്യ ട്രാക്കിൽ തലവടി ചുണ്ടനാണെങ്കിൽ അതിനെ മറികടന്ന് കരുവാറ്റ ശ്രീവിനായകൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ കുതിച്ചു വാങ്ങി മുന്നോട്ട് വന്നാൽ അതിനെയും മറികടക്കാൻ ആയാപ്പറമ്പ് പാണ്ടി 3-ാം ട്രാക്കിലുണ്ട്. അതിനപ്പുറം വേഗത കൂട്ടി വിയപുരം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വിയപുരം ചുണ്ടനും ഓരോ വള്ളങ്ങളായി ഓരോ ട്രാക്കിലായി അണിനിരക്കുമ്പോൾ അവരുടെയൊക്കെ വേഗത നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഉള്ള ചുണ്ടൻ വള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളുണ്ട്. വിയപുരത്തെ പറ്റി പറയുകയാണെങ്കിൽ വിയപുരം മറ്റുള്ള ചുണ്ടൻ വള്ളങ്ങളിൽ നിന്നും അപേക്ഷിച്ച് നീളം കുറവാണ്. അതുകൊണ്ട് തന്നെ വേഗത കൂടിയ ഒരു ചുണ്ടൻ വെള്ളം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. എന്തൊക്കെയായാലും ഏത് വെള്ളത്തിലായാലും തുഴക്കാരുടെ മനക്കരുത്തും കൈക്കരുത്തും തന്നെയാണ് ഇത്തവണ വിജയി ആരാണെന്ന് തീരുമാനിക്കുന്നത്. അത്തരത്തിൽ മെയ്വഴക്കത്തോടുകൂടി തുഴയേറിയുമ്പോൾ വിജയം നമുക്കാണ് സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ തുഴക്കാരും ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് ആവേശം പകരാൻ സ്വന്തം നാട്ടുകാർ മാത്രമല്ല, ഇന്ന് കേരളത്തിലുള്ളവർ മാത്രമല്ല, ഭാരതത്തിലുള്ളവർ മാത്രമല്ല, വിദേശികളടക്കം ഇവിടെ എത്തി ആവേശക്കാഴ്ചയുടെ ഭാഗമാകുകയാണ്. തുഴക്കാർക്ക് ആവേശം പകരുകയാണ്. ഓരോ വർഷത്തെയും കാത്തിരിപ്പിനൊടുവിൽ വരുന്ന ഈ ഒരു നെഹ്റു ട്രോഫി മത്സരം, ഈ ഒരു ജലമാമാങ്കം, ആ ജലമാമാങ്കത്തിൽ പങ്കെടുക്കുന്ന ഓരോ തുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് അവരുടെ വിജയത്തിലേക്ക് അവരെ നയിക്കുന്ന വലിയൊരു ഘടകം തന്നെയാണ്. അങ്ങനെ ആ ഒരു വിശ്വാസത്തോടു കൂടി തങ്ങൾക്കൊപ്പം തങ്ങളുടെ കരക്കാരും തങ്ങളുടെ നാട്ടുകാരും ഈ നാട്ടിലുള്ള എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ ഓരോരുത്തരും ഈ ഒരു ജലമാമാങ്കത്തിൽ അണിനിരക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ കരക്കാരെ സംബന്ധിച്ചിടത്തോളം കരയിലിരുന്നു കൊണ്ട് ആവേശം അവരുടെ മനസ്സിലേക്ക് നിറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അത് പൂർണ്ണമായും നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. ആ തുഴയേറിയുന്ന ക്യാപ്റ്റൻ്റെ പേരെടുത്ത് പറഞ്ഞ്, അല്ലെങ്കിൽ അമരത്തിരിക്കുന്നവരുടെ പേരെടുത്ത് പറഞ്ഞ്, ആദ്യം ഇരിക്കുന്നവരുടെ പേരെടുത്ത് പറഞ്ഞ്, എല്ലാ പേരുകളും അങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെ ആർപ്പോ വിളിച്ചുകൊണ്ട് അങ്ങനെ തുഴയുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശം നമുക്ക് നമുക്ക് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഹിറ്റ്സ് മത്സരങ്ങൾ അല്പസമയത്തിനകം തന്നെ സ്വാഗതം ചെയ്യുന്നു, ആരംഭിക്കുകയാണ്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് 2026. ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെയും മറ്റ് സർവാദരണീയരായ എല്ലാവരുടെയും അനുമതിയോടെ നമ്മുടെ പ്രിയപ്പെട്ട കർണാടക മുഖ്യമന്ത്രിയെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ കർണാടക മാന്യ മുഖ്യമന്ത്രികളാದ ശ്രീ DK ಶಿವಕುಮಾರ್ ಅವರೇ, ವಳ್ಳಂಗಳಿ ನಮಗೆ ಕೇವಲ ಕ್ರೀಡೆಯಲ್ಲ, ಇದು ನಮ್ಮ ಪ್ರೀತಿ, ಉತ್ಸಾಹ, ನಮ್ಮ ಹೆಮ್ಮೆ ಮತ್ತು ನಮ್ಮ ಸಂಸ್ಕೃತಿಯ ಪ್ರತೀಕ. ಕೇರಳದ ಹೃದಯದಿಂದ 2026 ರ ನೆಹರು ಟ್ರೋಫಿಯ ಲೋಕೈಕೆ ನಿಮಗೆ ಹಾರ್ದಿಕ ಸ್ವಾಗತ. To the Honorable Chief Minister of Karnataka, Shri DK Shivakumar ji, Vallamkali is not merely a sport to us. It's our love, our passion, our pride and our cultural identity. From the heart of Kerala, a heartfelt welcome to the world of the Nehru Trophy 2026, Shri DK Shivakumar ji. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി വള്ളംകളി പ്രേമികളെയും ആലപ്പുഴ പുന്നമടക്കായലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും ആവേശഭരിതരായി കാത്തിരിക്കുന്ന 72ാമത് നെഹ്റു ട്രോഫിയുടെ ഏറ്റവും വാശിയേറിയ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുകയായി. ഇത്തവണ ഇൻ ഹീറ്റ്സ് നമ്പർ 1 ഇത് ലോക്കൽ പോരാട്ടമാണ്. കൈനഗരിയുടെ 2 ടീമുകൾ നേർക്കുനേർ വരുന്നു. ഹീറ്റ്സ് നമ്പർ 1-ൽ ഹീറ്റ്സ് നമ്പർ 1-ന് തീ പിടിക്കാൻ വേറെ എന്ത് കാരണമാണ് വേണ്ടത്? ഇൻ ഹീറ്റ്സ് നമ്പർ 1 കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ തലവടി ചുണ്ടൻ. ഇൻ ട്രാക്ക് 2